എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ഹിരോഷിനെ കാണിച്ചുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഹിരോഷിക്കാണെങ്കിൽ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഒരു പെങ്കൊച്ചവനെ വിളിച്ചിട്ട് അത് വേറെ ആരുമല്ല നമ്മളുടെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഐറീൻ തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ അവക്കാണെങ്കിൽ ഹിരോഷി എടുത്ത് വലിയൊരു ക്രഷ് തന്നെയുണ്ട്. എന്നാൽ അവളും അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ റെഡിയൊന്നുമല്ല. പക്ഷെ ഇവള് കുടിച്ചു കഴിയുമ്പോഴാണ് ഹിരോഷിനെ ഓർമ്മ വരെയും അവനെ വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെയായിട്ട് അവളിപ്പോൾ നമ്മളുടെ ഹിരോഷിയുടെ വീട്ടിലായിട്ട് ഉറക്കം എഴുന്നേക്കുന്നത്. അവൾ ചോദിക്കും, നീ എന്താ എന്നെ പൊക്കിയൊന്നും പറയാത്തത്? ഞാൻ എന്താ സുന്ദരിയല്ലേ, എന്നെ കാണാൻ കൊള്ളത്തില്ലേ? എന്നാൽ ഇതൊന്നും കേൾക്കുന്നേ നമ്മളുടെ ഹിരോഷി ആണെങ്കിൽ അവളുടെ അടുത്ത് ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡോക്ടർ ഐറീൻ ആണെങ്കിൽ ഹിരോഷി അടുത്ത് ഒന്നും പറയാണ്ട് വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് പോവും. അവളവിടെ അവളുടെ കോട്ട് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഹിരോഷി ആണെങ്കിൽ ആ കോട്ട് എടുത്തുകൊണ്ട് ഇവളുടെ പുറകെ ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്നാൽ ആ കോട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹനേനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കവും അവിടെ വർക്ക് ചെയ്യുന്നതും എല്ലാം കൂടെ ഒക്കെ ആയതുകൊണ്ട് അവൾ മൊത്തത്തിൽ ടയേർഡാ. രാവിലെ തന്നെ അവൾ ആ ചോക്ലേറ്റ് ആരും കാണാണ്ട് അവിടുത്തെ ബോക്സിലായിട്ട് കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് അവിടെയായിട്ട് ഒരു സമയമാകുമ്പോൾ വർക്ക് ചെയ്യാൻ കയറുകയും ചെയ്യും. ഇവളിപ്പോൾ നല്ല ടയേർഡായിരുന്നു. ഇവൾക്ക് ഉറക്കമൊന്നും ഒട്ടും ശരിയാവുന്നില്ല. എന്നാൽ ഇതെല്ലാം നമ്മളുടെ ഫ്യൂജി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന് മനസ്സിലാവും ഇവള് നല്ല ടയേർഡാണ് എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഫ്യൂജിയുടെ ആ ഒരു ബിസിനസ്സിലായിട്ട് വലിയൊരു പ്രശ്നം തന്നെ വരും. അവരുടെ ബെസ്റ്റ് സെല്ലിങ്ങിലായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആയിരുന്നു വസാബി ചോക്ലേറ്റ്. അതാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ വിറ്റ് പോകുന്നേ ഇല്ല. അതിനുള്ള റീസൺ എന്തുവാന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ വലിയൊരു മീറ്റിംഗ് തന്നെ കണ്ടക്ട് ചെയ്യും. എന്നിട്ട് എല്ലാവരും ചോദിക്കും, ഈ ചോക്ലേറ്റിന് എന്താ പറ്റിയത്, ഇതിന്റെ റെസിപ്പി വല്ലതും ആരെങ്കിലും ചേഞ്ച് ആക്കിയോ എന്ന്. അവരുടെ ചീഫ് ഷെഫിന്റെ അടുത്തും ചോദിക്കും. എന്നാൽ ആർക്കും ഇതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല. ചീഫ് ഷെഫ് പറയുന്നത് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന് ഇത്രയും കാലം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഈ ഓണർ മരിച്ചതിന് ശേഷം ഈ പ്രോഡക്റ്റിന് അത്ര വലിയ ചിലവൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഈ പ്രോഡക്റ്റ് നിർത്തേണ്ട സമയമായി. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹനയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവളാണെങ്കിൽ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അവളുടെ അങ്കിളിന്റെ റെസിപ്പീസ് ഈ ലോകത്തൊന്നും മാഞ്ഞു പോകണമെന്ന്. അവൾക്ക് സത്യം പറഞ്ഞാൽ നല്ല ധൈര്യം എടുത്തിട്ട് സംസാരിക്കണമെന്നൊക്കെയുണ്ട്. എന്നാൽ അവളെ കൊണ്ട് അതിന് പറ്റത്തില്ല. അടുത്ത ദിവസം തന്നെ അവൾ വന്നിട്ട് നമ്മുടെ ഡോക്ടർ ഐറീൻ്റെ അടുത്ത് ആ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് സംസാരിക്കും. എന്നിട്ട് അവൾ പറയും, എനിക്കിങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് സംസാരിക്കണമെന്ന് തോന്നിയെന്ന്. ഇത് കേൾക്കുന്നേ ഡോക്ടർ ഐറീൻ പറയുന്നത് തന്നെ അതെന്തായിരുന്നാലും നല്ലൊരു സൈനാണ്. നിനക്ക് അങ്ങനെ തോന്നിയല്ലോ, അടുത്ത തവണ നിനക്ക് കുറച്ചും കൂടി നല്ലതുപോലെ തോന്നിക്കഴിഞ്ഞാൽ നീ കുറച്ചുകൂടി ധൈര്യം എടുത്തിട്ട് അങ്ങ് സംസാരിച്ചാൽ മതി, അതങ്ങ് ശരിയായിക്കോളൂ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും അനോണിമസ് ആയിട്ടുള്ള ഷെഫില്ലേ, അതെന്ന് വെച്ചാൽ നമ്മളുടെ ഹന തന്നെയാണ്. അവൾക്ക് മെയിൽ അയച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഈ ഒരു ഡിഷിനെ പറ്റി എന്തെങ്കിലും സജഷൻ ഉണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അപ്പം നമ്മളുടെ ഹനയാണെങ്കിൽ പറയും, ഞാൻ എൻ്റെ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഹന അത് ട്രൈ ചെയ്ത് നോക്കും. അവൾ മുന്നത്തെ ഡിഷിനെക്കാട്ടി നല്ല കിടിലമായിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. അവൾ അടുത്ത ദിവസം തന്നെ അവളുടെ ചോക്ലേറ്റ് വിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിനകത്ത് തന്നെ ഇതിൻ്റെ റെസിപ്പിയും വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ കുറച്ച് സാമ്പിൾസും വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അനോണിമസ് ആയിട്ടുള്ള ആ ഷെഫ് കൊണ്ടുവയ്ക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ട്രൈ ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ആ ചോക്ലേറ്റ് എടുത്തിട്ട് എല്ലാവരും കഴിച്ചു നോക്കും. നമ്മളുടെ ഹെഡ് ഷെഫ് ആയിരുന്നാൽ കൂടി തോൽവി സമ്മതിച്ചു കൊടുക്കും. അവൾ പറയും, ഇത് സൂപ്പർ ആയിട്ടുണ്ട്, മുന്നത്തെക്കാട്ടിയും 10 ഇരട്ടി കിടിലൻ ടേസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹനയ്ക്ക് നല്ല സന്തോഷമാവും. നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സ്റ്റാഫുകളുടെ ഇടയിലായിട്ട് നിന്നിട്ട് നമ്മളുടെ ഹനയും അത് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മളുടെ ഹനേനെ തന്നെയല്ലേ പൊക്കി പറയുന്നത്. അവൾ അതെല്ലാം കേട്ടിട്ട് നല്ലതുപോലെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ജോലിക്കാരെല്ലാവരോടും ചേർന്നിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പോകുന്നതാ. അതായത് തൊട്ടടുത്തുള്ള ആ ക്ലബ്ബിൽ, എവിടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഹിരോഷി ആ പാട്ട് പാടുന്ന ക്ലബ്ബില്ലേ, അത് തന്നെയാണ്. നമ്മളുടെ ഹനയ്ക്കാണെങ്കിൽ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരും കൂടി അവളെ വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ടുപോകും. അവർ പറയുന്നത് തന്നെ നമ്മളുടെ കൂടെ പുതിയൊരു സ്റ്റാഫ് ജോയിൻ ചെയ്തതല്ലേ, അപ്പോൾ അവൾക്ക് ട്രീറ്റ് കൊടുക്കണ്ടേ എന്നും പറഞ്ഞിട്ടാ. അവിടെയായിട്ട് നമ്മളുടെ ഹിരോഷിനെ കാണുന്നേയും നമ്മളുടെ ഹന വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അവൾ എപ്പോഴും തല കുനിച്ച് അവരുടെ അടുത്ത് നിന്നെല്ലാം മാറി തന്നെ ഇരിക്കാനായിട്ട് ട്രൈ ചെയ്യും. ഇവിടെ എല്ലാവരും കൂടി നിർബന്ധിച്ച് നമ്മളുടെ ഹനേനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ നോക്കും. നമ്മളുടെ ഈ ഡോക്ടർ ആയിരുന്നാലും അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നീ കുറച്ചുകൂടെ ഒന്ന് ധൈര്യം സംഭരിച്ച് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം എന്ന്. അങ്ങനെ നമ്മളുടെ ഹനയാണെങ്കിൽ അവിടെ വന്ന് പാട്ട് പാടാൻ വേണ്ടിയിട്ട് തുടങ്ങും. 2 വരി അവൾ നല്ലതുപോലെ പാടും. 3ാമത്തെ വരി പാടാൻ നേരത്ത് അവൾ ജസ്റ്റ് തല പൊക്കി നോക്കുന്നതാ. എല്ലാവരും അവളെ തുറിച്ചു നോക്കുന്ന കണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവളുടെ ലോകം തന്നെ തല കീഴായിട്ട് മറിയുന്ന പോലൊക്കെ അവൾക്ക് തോന്നും. അവൾ വിചാരിക്കും അവൾ അവിടെ ബോധം കെട്ട് വീഴുമെന്ന്. പെട്ടെന്ന് തന്നെ അവൾ നെർവസായി എന്ത് ചെയ്യണമെന്നറിയാണ്ട് നോക്കി നിൽക്കുന്നതും അവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി വരും. അവൻ്റെ കണ്ണിൽ നോക്കുന്നതും നമ്മളുടെ ഹനയുടെ ടെൻഷൻ കുറച്ചൊന്ന് കുറയും. നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും പെട്ടെന്ന് തന്നെ വന്നിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അവൻ വന്നിട്ട് എല്ലാവരുടെ പറയും, നിങ്ങളെല്ലാവരും എന്തിനാ ഒറ്റയ്ക്ക് പാർട്ടി ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്നത്തെ പാർട്ടി എൻ്റെ വകയാണ് എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ വന്നിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നോക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളുടെ ഹന
ഹനേനെ അങ്ങ് മറക്കും, അവളെ അങ്ങ് വെറുതെ വിടുകയും ചെയ്യും. എന്നാൽ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഉള്ള പേയ്മെന്റ് കൊടുത്തിട്ട് വേഗം തന്നെ നമ്മളുടെ ഹനയുടെ പുറകെയാണ് നടന്നു വരുന്നത്. ഹന സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവളവിടെ നല്ലതുപോലെ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. നല്ല മഴയും പെയ്യുന്നുണ്ട്. നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും ഇവളുടെ പുറകെ ആയിട്ട് വന്നിട്ട് കുടയും കൊണ്ടുവരും. എന്നിട്ട് പറയും, ഈ കുട എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് മനസ്സിലാവും നിനക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്ന്. നിനക്ക് ആൾക്കാരുടെ കണ്ണിൽ നോക്കാൻ പറ്റത്തില്ല. അതെനിക്ക് ആരെക്കാട്ടി നന്നായിട്ട് മനസ്സിലാവും. കാര്യം എനിക്കും അതേപോലെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ആൾക്കാരെ ആരെയും തൊട്ട് നോക്കാൻ പറ്റില്ല. എനിക്ക് തൊടുമ്പോൾ എന്തോ പോലെ തോന്നും, എനിക്ക് അലർജി പോലൊക്കെ ഫീൽ ചെയ്യുമെന്ന് പറയും. ഇത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഹനയുടെ കൈ പിടിച്ചിട്ട് അവളുടെ കയ്യിലായിട്ട് കുട കൊടുക്കും. എന്നിട്ട് പറയും, നീ ഇങ്ങനെ നനഞ്ഞു പോകുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയും സമ്മതിച്ചു കൊടുക്കത്തൊന്നുമില്ല. അവൾ കരയുവാണെന്നുള്ള കാര്യം. അവൾ പറയുന്നത് മഴ നനഞ്ഞിട്ടാണ് കണ്ണിൽ വെള്ളം വന്നത് എന്നാ. നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ കുട കൊടുത്തിട്ട് 2 ചുവട് അങ്ങോട്ട് നടക്കുന്നതും പെട്ടെന്ന് തന്നെ അവനെ ഓടി വന്ന് ആ കുടയെ കയറി പിടിക്കും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, നീ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഈ വൃത്തി കാരണം എനിക്ക് ഞാൻ നനയുന്നത് ഒട്ടും ഇഷ്ടമല്ല, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് കുടയും തട്ടിപ്പറിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവാനായിട്ട് തുടങ്ങും. നമ്മളുടെ ഹനയും അവൻ്റെ പുറകെയായിട്ട് ഓടും. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടുത്തെ ആ ഒരു ബേക്കറിയിലായിട്ട് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഫ്യൂജി വേഗം തന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കും. ഫ്യൂജി ആണെങ്കിൽ ഹനയെടുത്ത് ചോദിക്കും, അല്ല നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വന്നത്? അപ്പോൾ അവൾ ചോദിക്കും, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വന്നത്? നീ എന്നെ പറ്റി ചിന്തയുണ്ടായിട്ടല്ലേ എൻ്റെ പുറകെ വന്നത്? അതുപോലെ തന്നെയാണ് ഞാനും നിൻ്റെ ഇപ്പോൾ പുറകെ വന്നത് എന്ന് പറയും. അവിടെയായിട്ട് ഫ്യൂജി ആണെങ്കിൽ പറയും, എനിക്ക് മനസ്സിലാവും നമ്മളുടെ പ്രശ്നം എന്തുവാണെന്ന്. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അവിടെയായിട്ട് ഹന പറയും, സത്യം പറഞ്ഞാൽ ഞാൻ നിൻ്റെ കണ്ണിൽ നോക്കുന്നത് പോലെ ഞാൻ ഒരാളുടെ കണ്ണിലൂടെ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ഫസ്റ്റ് ലവ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഫ്യൂജി ചെറുതായിട്ടൊന്ന് ടെൻഷനാവും. അവനാണെങ്കിൽ എന്തോ പോലെ ഫീൽ ചെയ്യും. അവൻ ചോദിക്കും, അപ്പോൾ നിനക്ക് റിലേഷൻ ഉണ്ടോ എന്ന്. അവൾ പറയും, വൺ സൈഡ് ലവ് ആണ്, അതൊരു ക്രഷാണ് എന്ന്. എനിക്ക് അവൻ്റെയും കണ്ണിൽ നോക്കണമെന്ന് ആഗ്രഹം. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഫ്യൂജിയും ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹന പറയും, സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പരസ്പരം മീറ്റ് ചെയ്തത് എന്തോ ഒരു നിമിത്തം പോലെയാണ്. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈ ലോകത്ത് നമ്മൾ എങ്ങനെ മിങ്കിൾ ആവണമെന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ രണ്ടുപേരെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നവും ഇല്ലാത്തത്. ഇതും പറഞ്ഞിട്ട് നമ്മളുടെ ഹനയാണെങ്കിൽ ഫ്യൂജി എടുത്ത് പറയും, നമുക്ക് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്താലോ. ഫ്യൂജി അതിന് സമ്മതിക്കും. അങ്ങനെ നമ്മളുടെ ഹന ആദ്യമായിട്ട് നമ്മുടെ ഫ്യൂജിയുടെ നേർക്ക് കൈ നീട്ടി ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. ഫ്യൂജി ആയിരുന്നാലും ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവളെ അങ്ങ് കെട്ടിപ്പിടിക്കും. രണ്ടുപേർക്കും ആ ഒരു ഫീലെന്ന് വെച്ചാൽ ഭയങ്കര പുതിയതായിരുന്നു. പണ്ടത്തെ ഓർമ്മകളാണ് രണ്ടുപേർക്കും വരുന്നത്. നമ്മളുടെ ഹനയ്ക്കായിരുന്നാലും അവളുടെ അമ്മേനെ നഷ്ടപ്പെട്ടതും ഫ്യൂജിക്ക് അവൻ്റെ ചേട്ടനെ നഷ്ടപ്പെട്ടതും എല്ലാം ഓർമ്മ വരും. സത്യം പറഞ്ഞാൽ ഫ്യൂജി ആയിരുന്നാലും അവസാനമായിട്ട് ഹഗ് ചെയ്തത് ആ ഒരു ചെറുക്കനെ തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഹനയായിരുന്നാലും ഒരാളുടെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ടുള്ളത് അവളുടെ അമ്മയുടെ അടുത്ത് മാത്രമായിരുന്നു. രണ്ടുപേരുടെയും കണ്ണിൽ നല്ലതുപോലെ കണ്ണുനീര് വരും. രണ്ടുപേരും നല്ല ഇമോഷണൽ ആവും. അവർ പറയും, നമുക്ക് എന്തായിരുന്നാലും ഇത് ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജിയുടെ അച്ഛനെ കാണിക്കും. സത്യം പറഞ്ഞാൽ ഫ്യൂജി എത്രത്തോളം കൈൻഡ് ഹാർട്ടഡ് ആണോ അതിനനുസരിച്ച് തന്നെ അവൻ്റെ അച്ഛനെന്ന് വെച്ചാൽ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. അയാൾ യഥാർത്ഥത്തിൽ ലേസിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ബേക്കറിനെ കയ്യിലെടുത്തത് തന്നെ വേറൊരു ഉദ്ദേശത്തോട് കൂടിയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബേക്കറിയിൽ വെറൈറ്റികളായിട്ടുള്ള കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. അത് വേറെ ആരും വിൽക്കുന്നുണ്ടായിരുന്നില്ല. ആ ചോക്ലേറ്റ്സിൻ്റെ എല്ലാം റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇതിനെ പറ്റിയിട്ടൊന്നും നമ്മളുടെ ഫ്യൂജിക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഫ്യൂജി ഇപ്പോൾ ലേസിയർ എന്ന് പറഞ്ഞ ആ ഒരു ബേക്കറിനെ നല്ലതുപോലല്ലേ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും ഹനയുടെ കൂടെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നതാ. അതേപോലെ തന്നെ നമ്മളുടെ ഡോക്ടർ ഐറിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ തിയറി ക്ലാസ്സുകളും എല്ലാം അവ നല്ലതുപോലെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയായിരുന്നാലും അവളുടെ ലൈഫിൽ അടുത്തൊരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അവളാണെങ്കിൽ നമ്മളുടെ ഹിരോഷിനെ കോൾ ചെയ്യും. സത്യം പറഞ്ഞാൽ ഹിരോഷിയും അവളുമായിട്ടുള്ളൊരു ഡേറ്റ് ഒരിക്കൽ ഫിക്സ് ആക്കിയതല്ലായിരുന്നു. അവിടെ നമ്മളുടെ ഹന പോയിട്ട് അവനെ മീറ്റ് ചെയ്യാണ്ടല്ലേ വന്നത്. പകരം അവൾ അവളുടെ കോട്ട് അവിടെ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. ആ കോട്ട് ഇപ്പോൾ നമ്മളുടെ ഹിരോഷിയുടെ കയ്യിലായിരിക്കുന്നത്. നമ്മളുടെ ഹന അവനെ വിളിച്ചിട്ട് പറയും, എൻ്റെ ഒരു കോട്ട് നിങ്ങളുടെ കയ്യിലായിട്ടുണ്ട്, അന്ന് ഡേറ്റിന് വരാമെന്ന് പറഞ്ഞ പെൺകുട്ടിയാ ഞാനെന്ന്. ഇത് കേൾക്കുന്നേ ഹിരോഷി പറയും, ഓക്കെ ആ കോട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് സൺഡേ ഉച്ചയാവുമ്പോൾ മീറ്റ് ചെയ്യാം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹനയ്ക്കാണെങ്കിൽ നല്ല സന്തോഷവും വരും. എന്നാൽ അതേപോലെ തന്നെ ടെൻഷനും ഉണ്ട്. ടെൻഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിരോഷിയുടെ കണ്ണിൽ എങ്ങനെ നോക്കുമെന്ന് ആലോചിച്ചിട്ടാ. എന്നാൽ അവളുടെ ക്രഷാണല്ലോ അവൻ. അതുകൊണ്ട് തന്നെ അവനെ കാണുന്നതിൽ അവൾ ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഹനേനെ വിളിച്ചിട്ട് ചോദിക്കും, നമുക്ക് രണ്ടുപേർക്കും വീണ്ടും പ്രാക്ടീസ് ചെയ്താലോ, നമുക്ക് രണ്ടുപേർക്കും ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെയൊക്കെയല്ലേ ആൾക്കാരുമായിട്ട് ഇടപെടുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹന ആലോചിക്കുമ്പോൾ എന്തുവാ, ഹിരോഷി പറഞ്ഞ അതേ ഹോട്ടലിൽ തന്നെയാണ് നമ്മളുടെ ഫ്യൂജി ഇപ്പോൾ അവളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവളാണെങ്കിൽ അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അവളിപ്പോൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്യൂജി
ഫ്യൂജി ചോദിക്കും, നിനക്ക് എന്താ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ഈ ലോകത്ത് നിനക്ക് കണ്ണിൽ നോക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ഞാൻ മാത്രമാണ്. ഉടനെ തന്നെ നമ്മളുടെ ഹന പറയും, നിന്റെ കണ്ണിൽ നോക്കാൻ അതിനെ ആരാ ആഗ്രഹിക്കുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹന പറയും, എന്തായിരുന്നാലും എനിക്ക് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ, എങ്ങനെ ഒരാളുടെ കണ്ണിൽ നോക്കണം എന്ന്. അങ്ങനെ നമ്മളുടെ ഹനയാണെങ്കിൽ ഗ്ലാസ് ഒക്കെ ഊരിയിട്ട് നമ്മളുടെ ഫ്യൂജിനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നോക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ അവൾ ഇമാജിൻ ചെയ്യുന്നത് അവളുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഹിരോഷി ഇരിക്കുന്നത് പോലെയാണ്. എന്നാൽ ഈ നോട്ടം കണ്ടിട്ട് നമ്മളുടെ ഫ്യൂജിയുടെ കിളി പോയിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അന്തം വിട്ട് നോക്കിയിരിക്കും. കാര്യം നമ്മളുടെ ഹനയുടെ നോട്ടം കണ്ടിട്ട് അവൻ നല്ലതുപോലെ വിയർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആക്കാൻ തുടങ്ങും. കാര്യം അവനിപ്പോൾ നല്ലതുപോലെ വിയർത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും വന്നിരിക്കും, വീണ്ടും വിയർക്കും. പെട്ടെന്ന് തന്നെ പോയി വീണ്ടും ഡ്രസ്സ് മാറ്റും. അതായത് അവൻ വലിയൊരു സ്യൂട്ട് കേസും കൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്. അതിനകത്തൊരു 3-4 ജോഡി അവൻ എപ്പോഴും സെറ്റാക്കി വെച്ചേക്കും. അങ്ങനെ ഇരിക്കാൻ നേരത്താണ് അവിടെ വലിയൊരു പ്രശ്നം വരുന്നത്. അവൻ്റെ അച്ഛനും അവിടെ തന്നെയാണ് ഒരു ബിസിനസ് മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എത്തുന്നത്. അച്ഛൻ്റെ കൂടെയുള്ള ആ ഒരു ക്ലയൻറ്റിനെ കാണുന്നത് നമ്മളുടെ ഫ്യൂജി ഭയങ്കരമായിട്ട് ടെൻഷനാവും. കാര്യം അയാളുമായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മളുടെ ഫ്യൂജിയുടെ തന്നെയല്ലേ. ഫ്യൂജിക്ക് നേരെയായിട്ട് അയാൾ കൈ നീട്ടും. ഫ്യൂജിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹന ഇടയിൽ കൂടി വന്നിട്ട് അയാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും. ഹന ഇപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഫ്യൂജിയുടെ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ നമ്മുടെ ഫ്യൂജിയുടെ അച്ഛൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. എന്നാലും ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ആ ഒരു സംഭവം സോൾവ് ആയി പോയി. പിന്നീട് കാണിക്കുന്ന ഫ്യൂജിയും ഹനയും കൂടി കാറിലിരുന്നിട്ട് ബർഗർ കഴിക്കുന്നതാ. രണ്ടുപേരും പറയും, പക്ഷെ എന്നാലും നമ്മൾ നല്ല കാര്യമായിട്ട് ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ട് അത് ചീറ്റിപ്പോയല്ലോ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഹന പറയും, എന്തൊക്കെയായിരുന്നാലും നീ എൻ്റെ ക്രഷായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നേനെ. എന്തൊക്കെയായിരുന്നാലും നിനക്കതാവാൻ പറ്റത്തില്ല. അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുന്ദരനാണ്, കൈൻഡ് ഹേർട്ടഡ് ആണ്, അതേപോലെ നല്ല മണമുള്ള ഒരുത്തനാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഫ്യൂജി പറയും, ഓക്കെ നീ പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു തരാം, അവൻ എന്നെക്കാട്ടി സുന്ദരനായിരിക്കും, എന്നെക്കാട്ടിയും കൈൻഡ് ഹേർട്ടഡ് ആയിരിക്കും, ഓക്കെ, പക്ഷെ എന്നെക്കാട്ടി മണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരത്തില്ല. ഞാൻ എപ്പോഴും ഡ്രസ്സ് മാറ്റുന്ന ഒരാളല്ലേ. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയാണെങ്കിൽ നോക്കുമ്പോൾ ഫ്യൂജിയുടെ കവിളിൻ്റെ സൈഡിലായിട്ട് ഫുഡിൻ്റെ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവൾ അതാണെങ്കിൽ അവളുടെ കൈ വെച്ചങ്ങ് തട്ടിക്കളയും. എന്നാൽ ഇവിടെ നമ്മളുടെ ഫ്യൂജിയുടെ കിളി പോയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ നല്ലതുപോലെ സ്വെറ്റ് ചെയ്തിട്ട് അവൻ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങി അവൻ്റെ സ്യൂട്ട് കേസ് എടുത്തുകൊണ്ട് എവിടോട്ടെങ്കിലും ഓടിപ്പോവും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൻ നേരെ വരുന്നത് നമ്മളുടെ ഡോക്ടർ ഐറീനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൻ പറയും, എനിക്ക് ചുറ്റും ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് വല്ല ധാരണയുണ്ടോ, എനിക്കിപ്പോൾ എപ്പോഴും ഷർട്ട് മാറ്റാനേ സമയമുള്ളൂ എന്ന്. ഇതൊക്കെ കേൾക്കുന്നതിന് ഡോക്ടർ ഐറീൻ പറയും, ആഹാ, അപ്പോൾ അതിൻ്റെ അർത്ഥം കൺഫേം ആണ്, നിനക്കിപ്പോൾ അവളുടെ അടുത്ത് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലവ് സ്റ്റോറി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാറിലിരുന്ന് ബർഗർ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ഫാൻസി ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. ഇവിടെയായിട്ട് അവൻ പറയും, അങ്ങനെയൊന്നും ഇല്ല എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവൾക്ക് വേറൊരാളെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ ഡോക്ടർ പറയാൻ തുടങ്ങും, ആഹാ, അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി ആണല്ലേ നടക്കുന്നത്, എന്തായിരുന്നാലും സൂപ്പർ ആയിട്ടുണ്ട് എന്ന്. നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ അവൻ ലവിലാണെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും റെഡി ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്താണ് നമ്മുടെ ഫ്യൂജിയുടെ കമ്പനിയിലായിട്ട് പുതിയൊരു പ്രശ്നം വന്നിരിക്കുന്നത്. അവരാണെങ്കിൽ അവിടുത്തെ ചോക്ലേറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം വൈനുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റെയറാണ്. ഗാബ്രി ബ്ലോസം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ആ വൈൻ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കമ്പനിയുടെ CEO മാറിയതുകൊണ്ട് തന്നെ അടുത്ത CEO ആയിട്ട് അവരൊരു ഇൻ്റർവ്യൂ തന്നെ വെച്ചിട്ടുണ്ട്. അവരുടെ ഈ ഒരു വൈൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ പാസ്സാവണം. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള കാര്യമായിരുന്നു. ഇവിടെ എല്ലാവരും പറയും നമ്മളുടെ ഫ്യൂജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഡിഗ്രിയൊക്കെ ഉള്ള ഒരാളാണ്, അവനെ കൊണ്ട് അത് നിഷ്പ്രയാസം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്. എന്നാലും നമ്മളുടെ ഫ്യൂജിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയാണെങ്കിൽ ടേബിൾ മാനേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ലതുപോലെ പഠിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിരോഷിയുടെ കൂടെ അവളുടെ ഡേറ്റിന് പോകാൻ പോവുമല്ലേ. അങ്ങനെ അവസാനം ആ ഒരു ഡേ എത്തും. എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഹനയുടെ പുറകെ നടക്കുവാണ്, നീയും കൂടി എൻ്റെ കൂടെ ആ ഒരു സ്ഥലത്ത് പോകാൻ വരുമോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഹന പറയും, ഇല്ല ഇല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് പ്ലാൻസ് ഉണ്ട്, ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന്. നമ്മുടെ ഹന നല്ല കിടിലമായിട്ട് ഒരുങ്ങി ആ ഹോട്ടലിൻ്റെ മുമ്പിലായിട്ടൊക്കെ വന്ന് നിൽക്കും. എന്നാൽ നമ്മുടെ ഫ്യൂജി ആണെങ്കിൽ ഇവളെ വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവൻ അവിടെ വന്ന് ഹോൺ അടിച്ചിട്ട് ഇവളെ നല്ലതുപോലെ ശല്യം ചെയ്യും. എന്നിട്ട് പറയും, ലേസേവിയറിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, നിനക്ക് ലേസേവിയർ ആണോ മുഖ്യം അതോ നിൻ്റെ ഈ പേഴ്സണൽ കാര്യമാണോ എന്ന് ചോദിച്ചിട്ട് അവളെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. അവസാനം നമ്മളുടെ ഹനയ്ക്കാണെങ്കിൽ ഒരു മാർഗവും ഇല്ലാണ്ട് അവൻ്റെ കൂടെ കാറി കയറേണ്ടതായിട്ട് വരും. അവളവിടെ അവനെ ഒത്തിരി വഴക്ക് പറയും. എന്നിട്ട് അവൾ കൊറിയയിൽ അവനെ ഒരു മോശപ്പെട്ട ആളെന്നുള്ള രീതിയിൽ വിളിക്കുകയും ചെയ്യും. സത്യമാണ് ഇത് കേൾക്കുന്നേ നമ്മുടെ ഫ്യൂജിക്ക് മനസ്സിലാവും അവളിപ്പോൾ എന്തോ ചീത്തയാ വിളിച്ചേന്ന്. ഹനേനെ സംബന്ധിച്ച് അവൾക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ.
അങ്ങനെ അവൾ നേരെ കോൾ ചെയ്യുന്നത് നമ്മളുടെ ഡോക്ടർ ഐറീനെയാണ്. അവൾ സത്യം പറഞ്ഞാൽ ഇത്തവണ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കാൻ നേരത്ത് മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല, കണ്ണ് കാണിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അവൾ പറയും, ഞാനാണെങ്കിൽ എൻ്റെ ക്രഷിനെ ഒരു തവണ ഓൾറെഡി വെയിറ്റ് ചെയ്യിപ്പിച്ചതാണ്, ഒരു തവണയും കൂടി വെയിറ്റ് ചെയ്യിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. അവൻ്റെ അടുത്ത് എന്നിട്ട് ആ കോട്ടൊന്ന് വാങ്ങിക്കോ, വേറൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട. ആ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സുന്ദരനായിട്ടുള്ളൊരു ചെറുക്കൻ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് അവനെ കണ്ടാൽ മനസ്സിലാവും. അവൻ്റെ കയ്യിൽ നിന്ന് ആ കോട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹനയായിരുന്നാലും ഫേസ് കാണിച്ച് സംസാരിച്ചതുകൊണ്ട് നമ്മളുടെ ആ ഐറീനാണെങ്കിൽ അവളുടെ അടുത്ത് ഇപ്പോൾ ഒരു പ്രത്യേകത ഇഷ്ടമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഡോക്ടർ ഐറീനാണെങ്കിൽ ആ ഹോട്ടലിലായിട്ട് എത്തിച്ചേരും. അത് നല്ല കിടിലായിട്ടൊക്കെ ഒരുങ്ങിയിട്ടാണ് വരുന്നത്. എന്നാൽ അവിടെയായിട്ട് ഹിരോഷിനെ നമ്മളുടെ ഐറീൻ ആണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അവിടെ നിന്ന് മുങ്ങിക്കളയും. യഥാർത്ഥത്തിൽ ഹിരോഷി ആയിരുന്നാലും ഐറീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ പുറത്ത് വന്നിട്ട് അവളെ അവിടെ എല്ലാം തേടി നോക്കും, എന്നാൽ ഐറീനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ ഐറീൻ ആണെങ്കിൽ നമ്മളുടെ ഹനയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, നീ എന്നോട് ക്ഷമിക്കണം, ഇക്കാര്യം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ആ കോട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല എന്ന്. ഇത് കേൾക്കുന്ന ഹനയ്ക്ക് നല്ല ദേഷ്യം വരും. അവൾ ആ ദേഷ്യം മൊത്തം തീർക്കുന്ന നമ്മളുടെ ഫ്യൂജി അടുത്താണ്. അവന് ചറ എടുത്തിട്ട് അടിക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, നീ കോൺട്രാക്റ്റിലെങ്ങാനും ഫെയിലായി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്നും പറഞ്ഞിട്ട് അവൾ അവനെ എടുത്തിട്ട് ശരിയാക്കും. ഇവിടെയായിട്ട് ഹന പറയും, ഞാൻ നിന്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് എൻ്റെ എന്ത് വലിയൊരു കാര്യമാണ് ത്യാഗം ചെയ്തത് എന്ന്. അങ്ങനെ അവിടെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തെത്തും. അവിടുത്തെ മരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറി ബ്ലോസം പോലെ ആയിരുന്നു ഇരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ ഓണറിനെ കണ്ട് സംസാരിക്കാൻ തുടങ്ങും. അവിടെ എത്തുന്നത് അവർക്ക് മനസ്സിലാവും, ഇവർ ഈ ഡീലിങ് ചെയ്യാൻ വന്ന ആ ഒരു ഓണറില്ലേ, അവർ 2 വർഷം മുന്നേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ മോളാണ്. അവർ പറയും, എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാലേ അമ്മ മരിച്ചു 3 വർഷം കഴിഞ്ഞാലും ആരും അറിയാൻ പാടില്ല അമ്മ മരിച്ചുപോയി എന്നുള്ള കാര്യം എന്നായിരുന്നു. ഇവിടെയായിട്ട് അവൾ പറയും, ഞാൻ സത്യത്തിൽ ഈ ഒരു വൈനകത്ത് ചെറിയൊരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്, ആരും അത് കണ്ടുപിടിച്ചില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു എന്നാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഹന പറയും, ഇല്ല, എനിക്കൊന്നും മനസ്സിലായായിരുന്നു ഇതിൽ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന്. എന്തൊക്കെയായിരുന്നാലും ആ ചേഞ്ചസ് ഈ വൈനിനെ മുന്നത്തെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആക്കുക ചെയ്തത്. ഇത് കേൾക്കുന്ന ആ പെണ്ണിന് ഒരുപാട് സന്തോഷമാവും. അവളാണെങ്കിൽ അവിടെ പറയും, എന്തൊക്കെയായിരുന്നാലും എൻ്റെ ഈ ഒരു ഡിഫറൻസ് ശ്രദ്ധിച്ച് ഒരാളെങ്കിലും ഉണ്ടല്ലോ, എന്നെ പൊക്കി പറഞ്ഞ ഒരാളെങ്കിലും ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ഒരു മീറ്റിങ്ങിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കിയത് നമ്മളുടെ ഹനയുടെ പ്രസൻസ് തന്നെ ആയിരുന്നു. ഹനയാണ് ആ ഒരു മീറ്റിങ്ങിനെ ഇത്രയും കൂളാക്കി മാറ്റിയത്. ഇവിടെ ആ ലേഡി ആയിരുന്നാലും നല്ല ഇംപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഫ്യൂജിയും ഹനയും കൂടി അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ആ ലേഡി അവരുടെ അടുത്ത് ചോദിക്കും, എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായ ആ ഒരു ചെറിയ ടേസ്റ്റ് ഡിഫറൻസ് ഇല്ലേ, അത് ഏതിൽ നിന്നാണ് ഉണ്ടായത്, അത് എന്തിൻ്റെ ടേസ്റ്റാണ്? ഇത് കേൾക്കുന്നേ നമ്മളുടെ ഫ്യൂജി സ്പീച്ച്ലെസ് ആയിട്ട് നിൽക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ കുക്കിങ്ങിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹന പറയും, ആപ്രിക്കോട്ടിൻ്റെ ടേസ്റ്റാണ് എന്ന്. ഇത് കേൾക്കുന്ന ആ ലേഡി നല്ലതുപോലെ ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവരവിടെ പറയും, അതെ, കറക്റ്റ് ഉത്തരവാണ്, നിങ്ങൾ ഈ ടെസ്റ്റിൽ പാസ്സായിരിക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹനയെ ഫ്യൂജി കൊണ്ടുവന്നത് എന്തായിരുന്നാലും നന്നായി, ഇല്ലായിരുന്നെങ്കിൽ ഇവർ ഈ ടെസ്റ്റ് ഫെയിലായി പോയാനെ. അവിടെയായിട്ട് നമ്മുടെ ഹനയുടെ തലയിലായിട്ട് ഒരു ചെറി ബ്ലോസമിൻ്റെ ലീഫ് വന്ന് വീണിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്യൂജി ആണെങ്കിൽ അതിനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അവളുടെ തലയിൽ നിന്ന് എടുക്കും. അവളായിരുന്നാലും അത് നോക്കി നിന്നു പോവും. പിന്നീട് കാണിക്കുന്ന അവർ തിരിച്ച് കാറിലായിട്ട് യാത്ര ചെയ്ത് വരുന്നതാ. ഇവിടെയായിട്ട് നമ്മളുടെ ഹന പറയും, നിനക്ക് എന്തായിരുന്നാലും ഡീല് കിട്ടി, എന്നാൽ എൻ്റെ ലവ് ലൈഫ് ഇപ്പോൾ ഒരു മെസ്സായിട്ട് കിടക്കുകയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യും, അവനെ ഇനി ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി അവളുടെ അടുത്ത് പറയും, എന്തൊക്കെയായിരുന്നാലും നീ നിന്റെ ട്രൂ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ മിടുക്കിയാണ്, നീ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരെയും ഹേർട്ടാക്കാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നീ നിന്റെ ആ ലവിൻ്റെ അടുത്തും ചെന്ന് സംസാരിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെയായിട്ട് അവനൊരു സജഷൻ കൂടി കൊടുക്കും, ഒരു പക്ഷേ നീ നിന്റെ ലവിനെ ദൂരെ നിന്നല്ലേ കണ്ടിരിക്കുന്നത്, അടുത്ത് വന്ന് കാണുമ്പോൾ ചിലപ്പോൾ നിനക്ക് ഫീൽ ആവുമായിരിക്കും അവനെക്കാട്ടിയും ബെറ്റർ ഞാനാണ് എന്ന്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ ഹനയെന്ന് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഡോക്ടർ ഐറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവിടെ ഒരു ഗ്രൂപ്പ് സെക്ഷൻ തന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അവിടെയായിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാ. ഇത് കേൾക്കുന്നത് നമ്മുടെ ഫ്യൂജിയുടെ മൈൻഡിലാണെങ്കിൽ ആദ്യം തന്നെ ഓടി വരുന്ന ഫേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹനയുടേതായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൻ്റെ ഹേർട്ട് ബീറ്റ് കൂടുന്നതും അവളെ അവൻ നോക്കിയിരിക്കുന്നതും അതെല്ലാം അവൻ്റെ മൈൻഡിൽ വരുന്നത്. എന്നാൽ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ എല്ലാവരെയും മുമ്പിൽ പറയും, എനിക്കാരതും പ്രേമമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ തോന്നിയിട്ടില്ല എന്നാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹനയാണെങ്കിൽ ഹിരോഷിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ധൈര്യം എല്ലാം സംഭരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതാണ്. അവളാണെങ്കിൽ കെൻഡോ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡിയോയിൽ ചെല്ലത്തില്ലേ, അവിടെ നമ്മളുടെ ഹിരോഷിയും വരാറുണ്ടല്ലോ. അവിടെയായിട്ട് നമ്മളുടെ ഹന എങ്ങനെ ധൈര്യമെല്ലാം സംഭരിച്ചിട്ട് അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തതിന്
കഴിഞ്ഞതിന് ശേഷം ഹിരോഷിനെ വിളിച്ചിട്ട് പറയും, എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ കുറേ കാലമായിട്ട് നിങ്ങളുടെ പുറകെയാണ് നടക്കുന്നത്, എനിക്ക് നിങ്ങളുടെ അടുത്ത് വലിയൊരു ക്രഷ് തന്നെയുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് നമ്മളുടെ ഹനയാണെങ്കിൽ അവളുടെ ഫേസ് റിവീലാക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഹിരോഷിയാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഓടിക്കളയും. സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നത് യഥാർത്ഥ ഹിരോഷിയൊന്നുമല്ല, പകരം ഹിരോഷിയുടെ ഫ്രണ്ടായിട്ടുള്ള നമ്മളുടെ ഫ്യൂജി തന്നെയായിരുന്നു. അവനാണെങ്കിൽ ഇത് കേട്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. അവൻ അങ്ങനെ പുറകിലായിട്ട് വന്നു നിന്നിട്ട് അവൻ്റെ ഫേസിലുള്ള ആ ഹെൽമെറ്റൊക്കെ എടുത്ത് മാറ്റും. അപ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുന്നത്. ഇവിടെ നമ്മളുടെ ഹനയായിരുന്നാലും ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവൾ വിചാരിക്കും, എന്തൊരു നാണക്കേടാണ്, ഞാൻ എൻ്റെ ഫേസും റിവീലാക്കി, എൻ്റെ പേരും പറഞ്ഞു, ഞാൻ ഇനി എങ്ങനെ അവനെ ഫേസ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവളും അവിടെ തകർന്നിരിക്കും. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.